ഈ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കതൊന്ന് വ്യക്തമാക്കി തരാമോ? ഒന്നുകൂടെ ചോദിച്ചേ. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് എന്നൊരു വാക്യം ബൈബിളുണ്ട്. ഉണ്ട്. ഉണ്ട്. അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്താണെന്ന് പറഞ്ഞുതരാമോ? ഓക്കെ, നമുക്ക് ശ്രമിക്കാം. അപ്പൊ ഇതിലൂടെ ചേർന്ന് നിൽക്കുന്ന കൃത്യമായിരിക്കുന്ന ഒരു വചനം റോമാലേഖനം 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. അങ്ങനല്ലേ വചനം? ഓക്കെ. അപ്പോ വിശ്വാസത്താലുള്ള നീതീകരണം എന്താണെന്നാണ് ഇപ്പൊ ചോദ്യം വരുന്നത്, അല്ലേ? അപ്പൊ ഈ നീതീകരണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? എന്തായിരിക്കും ഈ നീതീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുവനോട് നമ്മൾ ചേർന്നല്ല, നീതിയോട് ചേർന്ന് നിൽക്കുന്നതാണല്ലോ നീതീകരണം, അല്ലേ? അപ്പൊ യഥാർത്ഥ നീതി എവിടെ ഉള്ളത്? ദൈവത്തിലാണ്. അവൻ നമ്മുടെ നീതിയും വിശുദ്ധിയും, അല്ലേ? അപ്പൊ യഥാർത്ഥമായിരിക്കും നീതി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവമാണ്. അപ്പൊ ആ നീതിയോട് നമ്മളെ തന്നെ നിരപ്പിക്കുന്ന, നീതിയോട് നമ്മളെ തുല്യരാക്കി തീർക്കുന്നത് എങ്ങനെ? പ്രവൃത്തിയാലാണോ വിശ്വാസത്തിലാണോ എന്നുള്ള ചോദ്യത്തിന്റെ മറുചോദ്യം. അപ്പൊ നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികളാല് ആ ദൈവത്തിന്റെ നീതിയിലേക്ക്, ദൈവത്തിന്റെ ആ സ്വഭാവത്തിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയുമോ? കഴിയത്തില്ല എന്ന് ന്യായപ്രമാണം പഠിപ്പിച്ചു. അതുകൊണ്ടല്ലേ പറഞ്ഞത്? അതായത് ന്യായപ്രമാണം പറഞ്ഞിട്ട് ഇത് പറഞ്ഞാലേ ശരിയാത്തുള്ളൂ. അത് ദൈവം ന്യായപ്രമാണം കൊടുത്തപ്പോൾ ദൈവത്തിന്റെ സ്വഭാവത്തിലേക്ക്, നീതിയിലേക്ക് നമുക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. കാരണം ഈ ന്യായപ്രമാണം കൊടുത്തപ്പോഴൊക്കെ നമ്മൾ കുറ്റക്കാരാണെന്നുള്ള തോന്നൽ മാത്രമേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ നമ്മളത് പലവട്ടം സംസാരിച്ചാണ്, നമ്മളത് കേട്ടിട്ടുള്ളതാണ്. ഇപ്പൊ മോഹിക്കരുതൊരു കൽപ്പന വന്നപ്പോൾ മോഹം എന്നിലുണ്ടെന്നൊരു കാര്യം മാത്രം എനിക്ക് ഗ്രഹിക്കാൻ കഴിയും. അപ്പൊ ന്യായപ്രമാണം നമ്മുടെ പാപത്തെ പറ്റിയുള്ള ബോധം വരുത്തി, അത് ദൈവത്തോട് നമ്മളെ നീതീകരിക്കുന്നതല്ല, ദൈവത്തിനോടുള്ള നമ്മുടെ ശത്രുത്വം വെളിപ്പെടുത്തി തരിക, അല്ലേ? ഇപ്പം അതായത് ബ്രദർ ഇപ്പൊ ഒരു നല്ല വെള്ള ഉടുപ്പ് ഇട്ടിരിക്കുകയാണ്, അലക്കി തേച്ച ഒരു കറയില്ലാത്ത, ഞാനോ മുഴുവനും കറ പിടിച്ചതും നാറിയതും പിഞ്ചിയതുമായിരിക്കുന്ന ഒരു ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ എനിക്ക് നിങ്ങളുമായിട്ടുള്ള നീതീകരണമാണോ, നിങ്ങൾ എന്നോടുള്ള നീതീകരണത്തിലേക്കാണോ വരുന്നത്? അല്ലെങ്കിൽ ഞാൻ നിങ്ങളോടുള്ള സ്വഭാവത്തിലേക്കാണോ വരേണ്ടത്, നിങ്ങൾ എന്റെ സ്വഭാവത്തിലേക്കാണോ വരേണ്ടത്? യഥാർത്ഥമായിട്ടും തീർച്ചയായിട്ടും അലക്കി തേച്ച, ഞാൻ ഉപമ പറയുക, ആ നല്ല വസ്ത്രം ധരിച്ച നിങ്ങളോട് ചേർന്ന് വരണമെന്നല്ലേ യഥാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? അപ്പം പിഞ്ചിയതും നാറിയതുമായിരിക്കുന്ന വസ്ത്രം ധരിക്കുന്നത് ഞാന് നിങ്ങൾ എന്റെ കൂടെ ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുമോ? അപ്പൊ ദരിദ്രനായിരിക്കുന്ന ഞാന് സമ്പന്നനായിരിക്കുന്ന നിങ്ങളോട് തുല്യത വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തോടുള്ള നീതീകരണത്തിലേക്ക് എനിക്ക് വരണം. കാരണം എന്താണ്? എൻ്റെ പാപ സ്വഭാവം മാറി എനിക്ക് ദൈവത്തിന്റെ സ്നേഹത്തിലും ദൈവത്തിന്റെ സ്വഭാവത്തിലേക്കും വരണമെന്ന് മനുഷ്യൻ ആഗ്രഹിക്കണം.